മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ കരുണമോള് മഹാലക്ഷ്മിയും കണ്ണനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവളുമാർ വിചാരിച്ചോട്ടെ എന്ന് പറയണ. അപ്പോൾ അവളെ ആരും ഞംശിക്കില്ലല്ലോ, കുഞ്ഞു പോയെങ്കിലും എന്നിങ്ങനെ പറയണ കേട്ടോ മുത്തശ്ശി. പിന്നീട് മുത്തശ്ശി പ്രതാപനോട് പറയുന്നുണ്ട്, ശരിക്കും അവൾ പൂജാരിയെ കാണാൻ തന്നെയാണടാ പോകുന്നത് എന്ന് പറയും. എന്താത് എന്ന് ചോദിക്കുമ്പോൾ, അതല്ലേ അമ്പലത്തിൽ നിന്നും വന്നതും അവൾക്ക് തിരിച്ചടി കിട്ടിയത് എന്നിങ്ങനെ പറയണ കേട്ടോ. അതേസമയം പ്രതാപ് അങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇവൾ ശരിക്കും പൂജാരിയെ കാണാൻ പോയതാണോ എന്ന്. പിന്നീട് മാർക്കോ ഇനി എവിടെ പോയി തിരയെന്നറിയില്ലല്ലോ എന്ന് മാർക്കോയോട് അനന്തും ഇങ്ങനെ പറയണം കേട്ടോ. കുഞ്ഞിനെ കൊണ്ടുപോയവർക്ക് കുറേ സമയം കിട്ടി എന്നിങ്ങനെ പറയണം. ഏതായാലും കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഇതൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ എന്താ ചെയ്യുക മാർക്കോ എന്നിങ്ങനെ പറയണം. ശരി, ഞാനേ പ്രതാപനെയും വാമദേവനും ഇതിലെന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അവരെ ഞാൻ കൊത്തി അരിയും എന്നിങ്ങനെ പറയണം. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണൻ ഫോൺ വിളിക്കുകയാണ് കേട്ടോ. കണ്ണൻ ഫോൺ വിളിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അനന്തു മാർക്കോയോട് ചോദിക്കുമ്പോൾ മാർക്കോ പറയണ്ടേ, ശരി ഇപ്പം എന്തായാലും ഫോൺ എടുക്കണ്ട, എന്തെങ്കിലും ഒന്ന് അറിയട്ടെ എന്നിട്ട് ഫോൺ എടുക്കാമെന്ന് പറയണം കേട്ടോ. അതേസമയം ലേഖയാണെങ്കിൽ ഒരേ കരച്ചിലാണ് കേട്ടോ. ജാനമ്മയോട് പറയുന്നുണ്ട്, നിങ്ങൾക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല, നിങ്ങൾക്ക് എന്താ നഷ്ടം മുഴുവൻ ഞങ്ങൾക്കല്ലേ, നിങ്ങളോട് ഞാൻ കുഞ്ഞിനെ തന്നെ നോക്കരുത് എന്ന് പറഞ്ഞതാണ്. എപ്പോഴെങ്കിലും ഞാൻ അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ നീങ്ങുമ്പോൾ ഒന്ന് നോക്കാനാണ് പറഞ്ഞത്, അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു ജോലിയില്ല. എന്നിട്ട് കൂടി നിങ്ങളിത് ചെയ്തില്ല. ഇനി അവൾ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. ആ സമയത്ത് തന്നെ മഹാലക്ഷ്മി ഇങ്ങനെ ഓഫീസിലിരുന്നിട്ട് വിചാരിക്കുന്നുണ്ട്, കുഞ്ഞിനെ ഒന്ന് വിളിക്കുക, ഒന്ന് കാണാം, എന്താണെന്നറിയില്ല, ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ലേഖയെ വിളിക്കണതുണ്ട്. ലേഖയ്ക്ക് ഫോണ് കാണുമ്പോൾ തന്നെ ലേഖ പറയും, ഇതാ വിളിച്ചു, ഞാൻ എന്താ പറയുക എന്ന് പറഞ്ഞിട്ട് ലേഖ ഇങ്ങനെ കരയാണ് കേട്ടോ. എന്നിട്ട് ഫോൺ എടുക്കില്ല ലേഖ. അത് കാണുമ്പോൾ ജാനമ്മ പറയുന്നുണ്ട്, എന്നാലും ഞാൻ ഇത്രയ്ക്ക് മഹാഭാവം ചെയ്തല്ലോ എന്ന് പറയും. പിന്നീട് മഹാലക്ഷ്മി കണ്ണനോട് വന്നിട്ട് ഇങ്ങനെ പറയണം കേട്ടോ, എന്താണെന്നറിയില്ല ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറയണം കേട്ടോ. അനന്തോനെയും വിളിക്കും, അപ്പോഴും ഫോൺ എടുക്കണില്ല കേട്ടോ. ആകെ മൊത്തം ഒരു പേടി പോലെ തോന്നുകയാണ്. പിന്നീട് അതേസമയം കാറ് കൊണ്ടുപോയ ഒട്ടുപാലും അവരും ഇങ്ങനെ പോകുമ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിലിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കരച്ചിൽ കേൾക്കുമ്പോൾ അവർ ചോദിക്കേണ്ടത്, എന്താടാ കുഞ്ഞ് കരയുകയാണ് എന്ന് ഡ്രൈവർ ചോദിക്കും. ഇല്ല, കുഞ്ഞിൻ്റെ കരച്ചിൽ പക്ഷേ കേൾക്കുന്നുണ്ട്, കുഞ്ഞിതവിടെ കളിക്കുകയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അന്ന് ആ സന്യാസിനി ഇതുപോലെ തന്നെ ഭസ്മം കൊണ്ടുപോയി വെച്ചപ്പോഴും കുഞ്ഞ് കരയുന്നത് പോലെയാണ് തോന്നിയത്. എനിക്കും അതുപോലെ തന്നെ കരയുന്നത് പോലെ തോന്നി. അതുപോലെ തന്നെയാണ് ആ പ്രതാപൻ സാറിന് അവർക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം കേട്ടോ. ഏതായാലും ശരി, നീ കാറ് മുന്നോട്ട് നോക്കിയിട്ട് വിട്, നമുക്ക് എവിടെയെങ്കിലും എത്തുമ്പോൾ അതിനെ വേഗം കളയാം എന്ന് പറയണം. നമുക്ക് നമ്മുടെ പൈസയും വാങ്ങിയിട്ട് നമുക്ക് പോകാം എന്ന് പറയണം കേട്ടോ. പിന്നീട് അവരിങ്ങനെ പോകുമ്പോൾ ഒരു വേസ്റ്റിൻ്റെ സാധനങ്ങൾ ഇടുന്ന അവിടെ കാണും കേട്ടോ. അവിടെ എത്തുമ്പോൾ കാറ് നിർത്താൻ പറയും. എന്തായാലും ശരി, വേസ്റ്റ് എടുക്കാൻ ഇന്ന് അവരിനി വരില്ല, വല്ല നായ്ക്കളും വന്ന് ഈ കുഞ്ഞിനെ കടിച്ചു തിന്നോളും, പിന്നെ നമുക്കതിൻ്റെ കാര്യം അന്വേഷിക്കേണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് അവർ കാറ് നിർത്തിയിട്ട് ആ കുഞ്ഞിനെ ആ വേസ്റ്റ് കൂമ്പാരത്തിൽ വെച്ചിട്ട് അവർ കാറിൽ യാത്ര ചെയ്ത് പോവുകയാണ് കേട്ടോ. പിന്നീട് അതേപോലെ തന്നെ മാർക്കോയും കണ്ണനും കൂടിയിട്ട് എവിടെ അന്വേഷിക്കുക എന്ന് ആലോചിച്ചിട്ട് തല പുകഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഇനി അന്വേഷിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. അതേസമയം ലേഖ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ അനന്തുവിനെ. പിന്നീട് ലേഖയോട് പറയും, കുഞ്ഞിന് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറയും. ലേഖ വീണ്ടും ഒരേ കരച്ചിലാണ് കേട്ടോ. പക്ഷെ പിന്നീട് ലേഖയ്ക്ക് ഫോൺ വരുന്നുണ്ട്, ലേഖ എടുക്കണില്ല. ജാനമ്മയോട് പറയും, ഞാൻ എടുത്തിട്ട് അവരോട് എന്താ പറയേണ്ടത്, അവരുടെ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയണോ, എന്ത് ചെയ്യും ഞാൻ എന്നിങ്ങനെ പറയണം. അതേസമയം വീണ്ടും മഹി വന്നിട്ട് പറയുന്നുണ്ട്, ഫോണ് വിളിച്ചിട്ട് എടുക്കണില്ലല്ലോ, എന്താ പറ്റിയത് എന്ന് ചോദിക്കും. കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ, എന്താണെന്നറിയില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു കണ്ണേട്ട എന്ന് പറയും. പിന്നീട് അനന്തുവിനെ വിളിക്കണം കേട്ടോ. അനന്തുവിനെ വിളിച്ചിട്ട് അനന്തുവിനോട് മാർക്കോ ഫോൺ എടുക്കാൻ പറയണേ. എന്തായാലും എടുത്തിട്ട് എന്തെങ്കിലും പറയുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അനന്തു ഫോൺ എടുക്കുകയാണ് കേട്ടോ. എന്താടാ നീ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്ന്, എനിക്ക് കുറച്ചും കൂടി പരിപാടിയുണ്ട്, അത് കഴിഞ്ഞിട്ടാണ്, അതാണ് ലേഖ അവിടെയാണ്, എനിക്കറിയില്ല എന്ന് പറയണം കേട്ടോ. ആ സമയത്ത് തന്നെ കണ്ണൻ എന്തോ ഒരു പരുങ്ങൽ പോലെ തോന്നുകയാണ് കേട്ടോ. മഹി ചോദിക്കും, എന്ത് പറഞ്ഞു കണ്ണേട്ടാ ചോദിക്കും. അവന് ഇനിയും കഴിഞ്ഞിട്ടില്ല, എന്തോ തിരക്കുണ്ടത്രേ എന്ന് പറയും. ഇവർക്ക് കാര്യം അറിയില്ലേ, ഇവൾ ഇന്നലെ നമ്മൾ വീട്ടിൽ പോയപ്പോൾ ഇവരെങ്ങനെയാണ് നമ്മൾ കുറേ പ്രാവശ്യം വിളിച്ചിട്ട് ഇവർക്ക് വീഡിയോ കോളിൽ കാണിച്ചു കൊടുത്തില്ലേ, അതേപോലെ തന്നെ കുഞ്ഞിനെ എനിക്കും കാണണമെന്നൊരാഗ്രഹം ഉണ്ടാകില്ലേ, എന്തുകൊണ്ടാണ് ഇവർ ഫോൺ എടുക്കാത്തത് എന്നെല്ലാം പറഞ്ഞിട്ട് മഹി ഇങ്ങനെ പരിഭവം പറയണം കേട്ടോ. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, മഹി അവർ കണ്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ലേഖ എൻ്റെ ഫോൺ കണ്ടാൽ പെട്ടെന്ന് എടുക്കാറുള്ളതാണ്, എന്ത് പറ്റി എന്താണാവോ, എന്തോ കുഴപ്പമുണ്ട് തോന്നുന്നു കണ്ണേട്ട എന്നിങ്ങനെ പറയണം കേട്ടോ. കുഞ്ഞിനെ വല്ല അസുഖം വന്നിട്ട് ആശുപത്രി കൊണ്ടുപോയിരിക്കുകയോ പാല് മറ്റോ കൂടുതൽ കുടിച്ചിട്ട് എന്ന് പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറയാതെ അവർ കൊണ്ടുപോകില്ല എന്ന് കണ്ണൻ പറയണം കേട്ടോ. അതേ സമയത്ത്
മഹി ഇങ്ങനെ പറയുന്നുണ്ട്, ആ അമ്മയാണ് മോൾക്ക് നീലാംബരി എന്ന് പേരിട്ടിരിക്കുന്നത്. ആ അമ്മയെ ഒരു ദിവസം കൊണ്ടേ കാണിക്കാനും എനിക്ക് പറ്റിയിട്ടില്ല, അതിന് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് വേണം കാണിക്കാനേ എന്ന് പറയണം കേട്ടോ. പക്ഷെ പിന്നീട് മഹിക്ക് ഭയങ്കര ആദിയാണ് കേട്ടോ, എന്ത് ചെയ്യണം എന്നറിയാതില്ല. എന്തോ ഒരു ടെൻഷൻ മഹിക്കുണ്ട്, കുഞ്ഞിനെ എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് അവരിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. അതേസമയം പ്രതാപനും മുത്തശ്ശിയും കൂടിയിട്ട് വന്നിട്ട് പ്രതാപൻ പറയും മുത്തശ്ശിയുടെ അടുത്ത്, അമ്മേ കുഞ്ഞിൻ്റെ കാര്യം പോയി കളഞ്ഞു എന്നിങ്ങനെ പറയണേട്ടോ. എടാ എന്ത് ചെയ്തു എന്ന് ചോദിക്കും. അതൊന്നും അറിയില്ല, അവർ കുഞ്ഞിനെ കളഞ്ഞു എന്നാണ് പറയുന്നത് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ആ ശരിയാണ്, അന്നാ അയ്യപ്പ വിഗ്രഹം പുഴയിൽ കൊണ്ടേ കളഞ്ഞപ്പോൾ അത് നീന്തി നീന്തി വന്നില്ലേ, അതേപോലെ തന്നെ ഈ കുഞ്ഞും നീന്തി നീന്തി വരുമായിരിക്കും എന്ന് പറയും. അത് കേൾക്കുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ശരി, ഈ കുഞ്ഞ് അങ്ങനെ നീന്തി വന്നെങ്കിൽ ഞാൻ അമ്മ പറയുന്നത് വിശ്വസിച്ചു എന്ന് പറയണം. എടാ എനിക്ക് പേടിയാവുകയാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ, നിന്നെ അവർ സംശയിക്കുക. അമ്മേ കൊച്ചുമോളുടെ ചിരി കാണുകയും വേണം, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വന്നാലും എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് മരിക്കാൻ കൂടി പേടിയില്ല എന്നിങ്ങനെ പറയുന്നു. എടാ ഞാൻ ഈ 72 വയസ്സായിരിക്കുമ്പോൾ നീ മരിച്ചിട്ട് കാണണമെന്ന് ഏതെങ്കിലും അമ്മമാരെ ആഗ്രഹിക്കുമോ എന്ന് ചോദിക്കുക. അമ്മ ഞാൻ മരിച്ചാലും കൊച്ചുമോളും കുഞ്ഞും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ജീവിക്കണം എന്നിങ്ങനെ പറയണം. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇനി ജയിലിൽ കൊണ്ടുപോയാൽ നിന്നെ തൂക്കിക്കൊല്ലും എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിക്ക് ആകെ മൊത്തം പേടിയാണ്. എനിക്കിപ്പോൾ അവരെയൊന്നും അല്ല പേടി, ഈ മാർക്കോയാണ്. പോലീസുകാരെയൊന്നും എനിക്ക് പേടിയേ ഇല്ലാതായി, ഈ മാർക്കോയാണ് എനിക്ക് ഭയങ്കര പേടി എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം ഒരു ഭിക്ഷക്കാരൻ അങ്ങനെ ആ വേസ്റ്റിൽ പെറുക്കാൻ പോകുമ്പോൾ കുഞ്ഞുണ്ടാകും കേട്ടോ. അവിടേക്ക് അയാൾ കുഞ്ഞിനെ എടുക്കുകയാണ്. അതേസമയം മാർക്കോയും അനന്തവും കൂടി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് കേട്ടോ. കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലീസുകാർ പറയുന്നുണ്ട്, ഞങ്ങൾ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുകയാണ്. അതേ സമയത്ത് തന്നെ മാർക്കോയും അനന്തവും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നീട് കണ്ണനും മഹിയും കൂടി അങ്ങോട്ടേക്ക് വരുമ്പോൾ ജാനമ്മയൊക്കെ കരഞ്ഞു നിൽക്കും. അത് കേൾക്കുമ്പോൾ അവർ ചോദിക്കേണ്ടത് എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞു പോയി എന്ന് ജാനമ്മ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മഹിയും കണ്ണനും ആകെ ഞെട്ടിത്തെറിച്ച് കരയുകയാണ്.